മേനോൻ മോനെ നീ പറ, നിനക്ക് അമ്മൂനെ വേണോ രേഖയെ വേണോ? നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സത്യം പറഞ്ഞ നീ ആരാ? നീ ആരാ? പുരുഷവിരോധിയായ എൻ്റെ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കുന്നു, ശരീരവനങ്ങാത്ത എൻ്റെ അച്ഛൻ സൂംബ ഡാൻസ് കളിക്കുന്നു, സ്നേഹത്തിലായിരുന്ന എൻ്റെ അമ്മാവനെ അമ്മ അടിച്ചറക്കുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നു? നിന്റെ ശരീരത്തെന്തോ ഭയങ്കര എനർജി കിടപ്പുണ്ട് കേട്ടോ. എനർജി തേങ്ങ കൊല. അരവിന്ദേ, കൂടുതൽ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ടാരമടങ്ങാൻ നീ ആ സമയത്ത് ബോധം കെട്ട് വീണില്ലായിരുന്നെങ്കിൽ ആരുടെ പേര് പറഞ്ഞേനെ? ഞാൻ നിങ്ങളുടെ ചേച്ചിയുടെ പേര് പറഞ്ഞേനെ. അമ്പടാ, നന്നായി വീണത്. പിന്നെ മറ്റവരുടെ പേര് പറയണമായിരുന്നോ? അതിന് ഞാൻ അവളുടെ കൂടെ അല്ലല്ലോ ജീവിക്കുന്നത്. ചേച്ചി ആവുമ്പം പ്രേമിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി റിവീൽ ചെയ്യായിരുന്നു. ഓ, അപ്പൊ നീ കെട്ടാനങ്ങ് തീരുമാനിച്ചു ചേച്ചിയെ? അരവിന്ദ്, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാനിതെല്ലാം കൂടെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് എല്ലാം സത്യമെല്ലാം കൂടെ വിളിച്ച് ഞാൻ പറയും കേട്ടോ. ശരി, വിളിച്ചു പറ. ജീവിതകാലത്ത് പിന്നെ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലാവേണ്ടി മാത്രമാണ് ഞാനൊന്നും ചെയ്യാത്തത്. ബോധമൊക്കെ പോയിട്ടിരിക്കുമല്ലേ, തൽക്കാലം റെസ്റ്റ് എടുക്ക. നീ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം. ചേച്ചി എന്തോ പതിവില്ലാതെ ഈ ലുക്കിലൊക്കെ? ഒരു മാറ്റം നല്ലല്ലേ? മാറ്റമൊക്കെ നല്ലതാ, ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ദിലുവിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഉറങ്ങുമോ? കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം. ചേച്ചി ഉറങ്ങുവാ? ഞാൻ വിളിച്ചോളാം, നീ ഇങ്ങോട്ട് ഇറങ്ങ്. ചേച്ചി കിടന്നുറങ്ങുവാ ചേച്ചി. നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് ഞാൻ ഇറങ്ങി. ഓ അതെ ദിലു, എന്താ എന്താ? പാല്. പാല് കുടിക്കാറില്ല. എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. സംസാരിച്ചോ? സംസാരിച്ചോ? എനിക്കിങ്ങനെ ഭയങ്കര വർത്താനൊന്നും പറയാൻ അറിയില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ പ്രണയത്തെപ്പറ്റി വാദോരാതെ സംസാരിക്കും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നതേ പുച്ഛമാണ്. ഞാൻ കുറേ പേർക്ക് പാരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നെനിക്ക് അതിൻ്റെ ഫീലിങ്സ് അറിയാം. എനിക്കാണെന്ന വർഗത്തിനെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ള എന്നെ എങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റിയേ? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മനസ്സിൽ കയറിയിരുന്ന് മാറ്റി. ഓ, ഞാനൊരു വെകിളി തന്നെ. അല്ല, നിങ്ങളൊരു സംഭവം. ഇതെന്താ ലേഡീസ് റിങ്? അതൊരു വലിയ കഥയാണ്, ഇനി ചെന്ന് പറയാം. പണ്ടൊരു സ്കൂൾ യുവജനോത്സവ വേദി. അവിടെ പാട്ട് പാടാനും നൃത്തം ചെയ്യാനും മിടുക്കിയായ ഒരു ഉണ്ടക്കണ്ണി, പദ്യപാരായണം പാടാൻ പറ്റുന്ന
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊടിമീശക്കാരൻ. 5ാം ക്ലാസ്സിൽ പൊടിമീശയോ? അന്നേ എനിക്ക് ഇച്ചിരി രോമ വളർച്ച ഉണ്ടായിരുന്നു. ഓ, അതിനുശേഷം ഞാനത് ട്രിം ചെയ്ത് നിർത്തുമായിരുന്നു. കഥയുടെ ആ പൊടിമീശക്കാരൻ ആ ഉണ്ടക്കണ്ണി വല്ലാണ്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്കി, അവൾ നോക്കി, രണ്ടുപേരും ഒന്നിച്ചു നോക്കി. രണ്ടുപേരും തമ്മിൽ വളരെ പ്രണയമുണ്ടായി. അവർ വളർന്നു, തളിർത്തു, വലുതായി. പൂവണിയാൻ പോയവരുടെ പ്രണയത്തെ വിധി വില്ലനായി വന്ന് തളർത്തി. 2 ഗുണ്ടകൾ, 2 ഇരട്ടകൾ, അവർ നടത്തുന്ന സെക്സ് ട്രാഫിക് ഈ നായിക കണ്ടുപിടിച്ചു. നായികയോ? ഉണ്ടക്കണ്ണി നായികയാണല്ലോ, പൊടിമീശക്കാരൻ ഞാൻ നായകൻ. ഈ നായികയെ ഓടിച്ച ട്രെയിനിലേക്ക് കയറ്റിയാണ്. അവിടെ സെക്സ് റാക്കറ്റ് നടക്കുമായിരുന്നു. ആ പെൺകുട്ടികളെ കണ്ട നായികയ്ക്ക് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. അവൾ ഓടിപ്പോയി ഷട്ടർ തുറന്നു. ട്രെയിനിൻ്റെയാണ്. ഷട്ടറിൻ്റെ അപ്പുറത്ത് മൊത്തം പോലീസുകാർ. അവിടെ ബഹളമായി, ഉന്തായി, തള്ളായി. പക്ഷേ വില്ലന്മാരെ തറത്തി 2 പേരായിരുന്നു, 2 ഇരട്ടകൾ. ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല. ഈ ഇരട്ടകൾ ആ പെൺകുട്ടിയെ ചേസ് ചെയ്തു. പെൺകുട്ടി ഓടി ഓടി ഒരു പുഴക്കരയിലെത്തി. അതാണ് ഇരവഴിഞ്ഞിപ്പുഴ. അതിനപ്പുറം അറബിക്കടല. ഗൾഫിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പുള്ളിക്കാരിയുടെ പ്ലാൻ. പക്ഷെ വിധി അതിനെ അനുവദിച്ചില്ല. പേമാരിയും മഴയും ചുഴലിക്കാറ്റും. പെൺകുട്ടി വെള്ളത്തിൽ കയറിയിരുന്നു തുളഞ്ഞു. തുളഞ്ഞു. ആ തുളയിൽ കൂടി വെള്ളത്തിൽ വെള്ളം കയറി. പെൺകുട്ടി മുങ്ങി. ഇത് കണ്ട് പൊടിമീശക്കാരന് സഹിച്ചില്ല. പൊടിമീശക്കാരൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി പെൺകുട്ടിയുടെ കൈ കിടന്ന മോതിരം ഊരിയെടുത്തു. പെൺകുട്ടിയുടെ കൈക്ക് പകരം അവന്റെ കയ്യിൽ അതിട്ടു, പെൺകുട്ടിയുടെ ഓർമ്മയ്ക്ക്. അന്ന് ആ പൊടിമീശക്കാരൻ്റെ ദൃഢപ്രതിജ്ഞ എടുത്തു. ആ പെൺകുട്ടിയല്ലാതെ വേറെ ആരെയും അവൻ സ്വീകരിക്കില്ല. ആ പെൺകുട്ടിയുടെ ആത്മാവാണിത്, ആത്മാവ്. എന്തിനാ ഇങ്ങനെ പിടിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ? പിടിക്കാതെ പറഞ്ഞു. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഇത്രയും കരുതലോടെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ സ്ത്രീകൾക്ക് എന്തൊരു വാല്യൂ കൊടുക്കുന്നത്. എനിക്കിപ്പോഴാണ് നിങ്ങളെ കൂടുതൽ ഇഷ്ടമായത്. ചേട്ടാ, കേക്ക് പറ. കേക്ക് പറ. കേക്കെന്ന് പറയടി, നല്ല കേൾക്കാൻ പറ്റൂ. വായ അങ്ങോട്ട് തുറന്നിട്ട് ഇത് അങ്ങോട്ട് എടുത്ത് വെക്ക്. കേക്കെന്ന് പറഞ്ഞപ്പോ ആ ഇത് ഇന്നലെ രാവിലെ ആങ്ങളെ കൊണ്ടുവന്നു. കാര്യം നമ്മൾ അങ്ങനെ അടിച്ചിറക്കി വിട്ടെങ്കിലും നമുക്ക് നാണയില്ലാത്തോടെ തിന്നാം. കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു ഇത്ര നേരം? കാറ്റുകൊള്ളാൻ വേണ്ടി ഞാനും അണ്ണനോട് വെളിയിരിക്കുമായിരുന്നു. ഞാൻ 2 പേരെ ഒന്ന് വിളിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്താ വെച്ചാ? ദിൽജിത്ത് മോൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് തരണം. വീട്ടിൽ വിളിച്ച് വിവരം പറയണ്ടായോ? അപ്പോഴത്തേക്ക് അച്ഛനെല്ലാം അങ്ങ് ഉറപ്പിച്ച്. പിന്നല്ലാതെ നീ എല്ലാം പെട്ടെന്ന് ഇവിടെ നടത്തണ്ടായോ? നിന്റെ ചേച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ. അവൾക്കൊരു കാര്യം വേണം, നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അവൾക്കത് വേണം. ഭയങ്കര വാശിക്കാരിയാണ്. അത് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട് തിരിച്ചു വെക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക. അത് മാത്രമല്ല, ഈ കല്യാണോട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദിൽജിത്തിൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ നമുക്ക് നേരത്തെ അറിയണം. പിന്നെ വീട്ടിലാണ് അന്യ മതസ്ഥർ വല്ല താമസിച്ചിട്ടുണ്ടോ, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇനി അവർ വല്ല എതിർപ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വിഷയമാവും. അതിനു മുന്നേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ എല്ലാം എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, അച്ഛൻ്റെ നമ്പർ ചെയ്യുക. പറ. 97. അച്ഛാ, ദിൽജിത്താണ് അനാഥന. കുഴപ്പമില്ല. എന്തുവാ? അണ്ണൻ അനാഥന. എന്തുവാടാ മക്കളെ, അമ്മയോടെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ എല്ലാം? എന്തുവാടാ? കേക്ക് പിന്നെ സംഭവം ഏറ്റവും തോന്നുന്നു. അനാഥന അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ലയോ? അച്ഛൻ്റെ ദേഷ്യം കണ്ടില്ലേ? നടക്കും തോന്നില്ല. എന്നാ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അനാഥനെന്ന് പറഞ്ഞാൽ മതി.
നീയൊന്നും എന്തിനാ? ചേട്ടാ എന്തുവാ ചേട്ടാ? ഞാനവിടെ നിന്നായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിക്കരഞ്ഞു അവന്. അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോന്നെ. അവൻ ഇത്രയും വലിയൊരു സത്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം നമ്മളാരും അറിഞ്ഞില്ല. അവൻ പറഞ്ഞില്ലല്ലോ ഇത്ര നാളായിട്ട്. എടേ, അവനിനി വെറും ദിൽജിത്ത് മേനോനല്ല, ജയസ് ദിൽജിത്ത് മേനോനാണ്. തോന്നുന്നു ജനാർദ്ദനൻ ശാരദ മകൻ ദിൽജിത്ത് മേനോൻ. അവനൊരു അനാഥനാണെന്ന് ഇനി അവന് തോന്നരുത്. നിനക്കൊരു സത്യം അറിയൂ, നമ്മുടെ മകൾ ഇത്ര നാളും കല്യാണം കഴിക്കാതെ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടത് എന്താണെന്നറിയോ? ഇവനെപ്പോലൊരു മഹാഭാഗ്യം നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറാൻ വേണ്ടിയിട്ട്. എന്തൊരു ഐശ്വര്യം എൻ്റെ മുഖത്ത്. അതുകൊണ്ട് ഒരു കാര്യം ഞാനങ്ങ് തീരുമാനിച്ചു. എത്രയും പെട്ടെന്നുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ മോളും അവനും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്താൻ പോവാം. ചേട്ടാ കരയോത്തിലൊക്കെ പറയണ്ടേ? കരയോഗമെന്ന് പറയുന്ന കരയോഗത്തിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചവിട്ടി പുറത്താക്കും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അവൻ്റെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വാരണാസി ടൂറിന് പോയെന്നൊക്കെ പറഞ്ഞാൽ മതി. എന്നിട്ടും ആർക്കും വിശ്വാസം വന്നില്ലെങ്കിൽ അവരുടെ അച്ഛൻ ഒരു അഘോരിയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. അഘോരി മേനോൻ, കൈലാസം, വീട്ടഡ്രസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവനിനി ഒരു നിമിഷം പോലും സങ്കടത്തോടെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. സന്തോഷത്തോടെ ഇരിക്കണം അവൻ, സന്തോഷത്തോടെ. നമ്മളെ മോനവൻ. 3 മക്കളാണ് നമുക്കിനി, 3 മക്കള്. എന്റെ പൊന്ന് ചേട്ടാ, ഈ തടിയും വെച്ച് പട്ടിയെ പോലെ ഇങ്ങനെ കരയാ നിങ്ങള്. പോയി ഒന്ന് കുളിച്ച് ഇതായിക്ക്, രാവിലെ ഒന്ന് മോങ്ങുക. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? സ്വന്തം പെങ്ങളെ എറിഞ്ഞു കൊടുക്കാൻ പോവാ. ഇവിടെ ആരുമില്ലേ? ഇവിടുത്തെ തന്തയും തലയും സബ് ആരൊക്കെ ഈ ഗ്രഹത്തിലുണ്ടോ എല്ലാരും ഇറങ്ങി വാ, ഇറങ്ങി വാടാ. ആരാ? ആരാ? ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനാ. നീ ആരാ? ഞാൻ പൂഞ്ചിറ ഇല്ലത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റേ. എന്താ? രേഖ എവിടെ? എന്തിന്? വിളിക്കവിടെ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. എവിടെ? ഓ, നീ രേഖേ, നീ 2 വർഷം ഞാനൊന്ന് മാറിയപ്പോഴത്തേക്കും അങ്ങ് മാറിപ്പോയി. എവിടെയായിരുന്നു നീ? അതെന്റെ ഭാര്യ. രേഖ പറയാറുണ്ട് അമ്മയെ പോലെ തന്നെയാണ് രേഖ എന്ന്. അതുപോലെ തന്നെ. രേഖ എവിടെ? നിനക്കെന്താ വയ്യേ? അല്ല, വർഷങ്ങൾക്ക് ശേഷം രേഖയെ കാണുന്നതിന്റെ സൗണ്ട് വരുന്നില്ല. സന്ധി അല്ല രേഖ. ഒരു കാര്യം ചെയ്, മോളിഞ്ഞോണ്ടിരിക്കും. ഇരുന്നോളൂ. നീ ഓടിച്ചേടി. അരവിന്ദ. അരവിന്ദേ. ദിൽജിത്തേ. ഇങ്ങോട്ടിരിക്കെ. അപ്പൊ മോനെ, വിഷയം അച്ഛൻ തരണോ അതോ മോൻ തന്നെ ഇടുവോ? 5 പോയിന്റ് ഉണ്ട് വിഷയമായിട്ടുള്ള. തുടങ്ങിയോ? ഒരു തണുത്ത വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞാനും നീയും കൂടെ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് സ്നേഹം കൈമാറിയതിന് സാക്ഷികളില്ല. ഞാനും നീയും കണ്ണനും മാത്രമേ ഉള്ളൂ. നീയും ഞാനും ബീച്ചിൽ പോയിട്ടില്ലേ, പാർക്കിൽ പോയിട്ടില്ലേ, എന്തിനധികം പറയണം, ഹോട്ടലിൽ പോയിട്ടില്ലേ? ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയിട്ടുണ്ട്, നമ്മൾ എവിടെയെല്ലാം പോയിട്ടുണ്ട്. എന്നിട്ടും ഏതോ ഒരുത്തം വന്നപ്പം നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. നിനക്കെന്നെ വേണ്ട അല്ലേ? 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 മോളെ ഓർമ്മയില്ലേ?
ഓർമ്മയുണ്ട്, നന്നായിട്ട് ഓർമ്മയുണ്ട് അച്ഛാ. ഓർമ്മയുണ്ട്. അടുത്തത് അവിടെ അമ്മ നമ്പൂതിരിയും അച്ഛൻ അന്തർജനവും നമുക്കുണ്ടാവുന്ന കുഞ്ഞിനെ പൂണൂലണിയിച്ച് ഇല്ലത്തേക്ക് കയറ്റാൻ കാത്തിരിക്കുമ്പോൾ നീ ഇവിടെ വേറൊരുത്തനെ കെട്ടണമെന്ന് പറഞ്ഞ് മധുവിലാസിക്കാൻ കാത്തിരിക്കുന്നാടി. നിനക്ക് എങ്ങനെ തോന്നുന്നു രേഖ? അപ്പം എങ്ങനെ മോനെ, പിന്നെ മോൻ ഇവിടുന്ന് കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവാന്നോ? അത് ഡാഡിയുടെ ഇഷ്ടം. ഫാമിലി എങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. മോക്ക് എങ്ങനെ താല്പര്യമുണ്ടോ? ആ, നല്ല താല്പര്യമുണ്ട് അച്ഛാ. താല്പര്യമുണ്ടത്. നെക്സ്റ്റ്. പണ്ട് കുട്ടിക്കാലത്ത് വട്ടച്ചിറ മുട്ടക്കുളത്തിൽ ആമ്പല് വേണമെന്ന് പറഞ്ഞ് അവിടെ വാശി പിടിച്ചപ്പോൾ കുളത്തിന്റെ ആഴം പോലും നോക്കാതെ ഞാനടുത്ത് ചാടി. അന്നൊരു കുഞ്ഞ് സക്കർ എൻ്റെ കാലിൽ കടിച്ചിരുന്നു. അതുപോലും നോക്കാതെ നിനക്ക് ഞാൻ ആമ്പൽ പൂ പറിച്ചു തന്നില്ലേ? അതും നീ മറന്നു അല്ലേ? ഓർമ്മയുണ്ടോ മോളെ? പിന്നെ ആ സാക്രിഫൈസ് അല്ലേ നമ്മുടെ അക്വേറിയത്തിൽ കിടക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ തള്ളേ, പറയുന്ന എല്ലാം സത്യമാണല്ലോ. അടുത്തത്. രേഖേ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് കോളേജിൽ നിന്ന് നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോയത് ഓർമ്മയുണ്ടോ? അന്ന് ഡാമിൻ്റെ മുന്നിൽ വെച്ച് നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിനക്ക് ഓച്ചിറ അമ്പലത്തിലെ കാളകളി കാണണമെന്ന്. അന്ന് ഓച്ചിറ അമ്പലത്തിൽ കാളകളിയില്ല. അപ്പോൾ നീ പറഞ്ഞു നിനക്ക് ഊട്ടിയിലെ തണുപ്പ് വേണമെന്ന്. തണുപ്പ് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ നീ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു നിനക്ക് മൈസൂരിലെ പാക്ക് വേണമെന്ന്. അന്ന് മൈസൂരിൽ ചെന്ന് പാക്ക് തിന്നപ്പോഴാണ് നീ വീണ്ടും പറയുന്നത് നിനക്ക് ഹൈദരാബാദി ബിരിയാണി വേണമെന്ന്. നിന്നെ വെട്ടിക്കീറായെടുത്ത് ഹൈദരാബാദി ബിരിയാണി എന്നുകൊണ്ടിരിക്കുമ്പോൾ നീ വീണ്ടും പറഞ്ഞു നിനക്ക് വയനാട്ടിലെ പഴശ്ശിരാജയുടെ ഒടവാള് കാണണമെന്ന്. ശരിക്കും വെച്ചാ ആ മൈസൂർ പാക്കിന്റെ വിത്തല്ലേ നമ്മളിവിടെ പനയായിട്ട് ഉണ്ടാക്കി ഇവിടെ നിർത്തിയേക്കണേ. കൊള്ളാം. അടുത്തത് പോലെ കഴിഞ്ഞോ? മെയിൻ പോയിന്റ് രേഖയെ നീ കേൾക്കണം, എല്ലാരും കേൾക്കണം. ഇപ്പോ ഈ നിമിഷം ഈ വീട്ടിലിരിക്കുന്ന എല്ലാവരും വട്ടത്തി എന്നെ ഊക്കുവാന്ന് അറിഞ്ഞിട്ടും നിന്ന് പുഴുങ്ങി ഞാൻ പറയുക രേഖ സ്റ്റിൽ ഐ ലവ് യു. അളിയനൊന്നും പറയാനില്ലേ? വാട്ട് എ ഫാമിലി. വല്ല വീഡിയോ ഇട്ട് റിവ്യൂ ചെയ്ത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പോവാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. രേഖ നോക്കണ്ട. രേഖ ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചത്. തറവാട്ടി പറഞ്ഞ അടക്കം ഒതുക്കമുള്ള പെങ്കൊച്ചാന്നാ, സംസ്കാരമുള്ള തറവാട്ടുകാരാണെന്നാ. എന്നിട്ട് കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന പെണ്ണിനെയൊന്നും എൻ്റെ തലയെ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ കുട്ടപ്പ് സ്റ്റോറീസ് ആണ്, കേട്ടറിഞ്ഞൂടെ? കുട്ടപ്പൻ്റെ സ്റ്റോറിയോ? ഓ, അപ്പം ഇനി വാല വരാനുണ്ടോ ആൾക്കാർ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഈ കഥ കേട്ടാൽ തന്നെ മനസ്സിലാവില്ല, ഇമാതിരി ബാല പ്രസന്റ് ചെയ്യണ പോലെ. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. രേഖ, ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ച് വരുമായിരുന്നു. അപ്പോഴേക്കും നീ... ചേച്ചി കാര്യം ശരിയാ, പുരുഷ വിരോധിയൊക്കെയാ. പക്ഷേ ഇത്ര ആണുങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. മിണ്ടരുത് നീ, പോടാ, പോയെന്നിട്ട്. അവൻ പറഞ്ഞില്ല എന്താ രേഖ തെറ്റ്? അരവിന്ദേ, ഇതാ ഇപ്പം തന്നെ നമുക്ക് ബാംഗ്ലൂർ പോകണം. പോയി പെട്ട് വെക്കോ. ഇത് ആരും പോകുന്നില്ല, ഇത് കുടുംബത്തു നിന്നുള്ള പണിയാ. കുടുംബത്തെന്ന് വെച്ചാ ഇവിടെ ആങ്ങളാ, നിന്റെ അമ്മാവൻ, അവനുള്ള ഞാൻ കൊടുത്തോളാം. നിങ്ങളിപ്പം റൂമിലോട്ട് പോകും, നിങ്ങളെങ്ങും പോകുന്നില്ല. നീ പോകണ്ട, റൂമിലോട്ടോ. നീ എന്തോടെ ചെറ്റത്തരം കാണിക്കുന്നേ? ഞാൻ കാണിച്ചു. ദേ, കള്ളം പറയരുത്. ഞാനൊരു ലോയറാ, അതിനുപരി നിന്റെ ചേച്ചിയും കൂടാ. നീ എന്തോ കള്ളത്തരം കാണിച്ചാലും എനിക്ക് മനസ്സിലാവും. ഞാൻ കള്ളത്തരമൊന്നും കാണിച്ചില്ലല്ലോ ചേച്ചി. അരവിന്ദ, കടന്നു മെഴുകല്ലേ.
ഞാനും ദിലുവായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ തുടങ്ങിയാ നിനക്ക് എന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? പ്രശ്നമില്ലേ? എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. സത്യം പറ, നീ ഗേ ആണോ? ഒന്ന് പോയേച്ചൊന്ന്. പിന്നെ നിനക്ക് എന്താടാ? നിനക്ക് അവനോട് എന്തെങ്കിലും അടുപ്പമുണ്ടോ? എനിക്ക് ഒരടുപ്പമില്ല ചേച്ചി, കെട്ട്. നിന്റെ സമ്മതം കിട്ടിയേ? എന്നാ കേട്ടോ, ദിലുവിനെ അല്ലാതെ വേറൊരാളെ ഞാൻ കെട്ടത്തില്ല. നിനക്കെന്നെ അറിയാലോ. ഡോക്ടർ, ഇത് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? ഇത് പിന്നെ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാ, ഞങ്ങളുടെ മോൻ്റെ കൂട്ടുകാരനാണ്. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാ? ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഇതിന് മുമ്പ് എന്തെങ്കിലും തളർച്ചയോ എന്തെങ്കിലും പെയിൻ്റായിട്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഏയ് ഈ സർജറി നടന്നതായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റി? അല്ല, ബാംഗ്ലൂരാണ്. ഇപ്പോഴത്തെ ടെക്നോളജികൾ അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കാം. എന്നാലും നിങ്ങളുടെ മരുമോൻ ഒരു 2 മാസം ഗർഭിണിയാണ്. 2 മാസം ഗർഭിണിയാണ്. 2 മാസം ഗർഭിണിയാണ്? ഇന്നത്തെ കാലത്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നേ. ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ 5 മാസം ഗർഭമുള്ള ഒരു ചെറുക്കൻ്റെ കാര്യം പറ്റി. അതിവനാണോ? ഇവന് 2 മാസമല്ലേ ആയുള്ളൂ, അത് 5 മാസമായി. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. പേയ്മെന്റ് പിന്നെ അയച്ചിരുന്നാൽ മതി. ഓക്കെ. നാട്ടുകാരോട് എന്താ പറയും? ഞാൻ ഇവിടുത്തെ കരയോത്തിലോട്ട് പറയും. ദൈവമേ, 2 മാസം ഗർഭിണിയും. ഇതെങ്ങനെ സംഭവിച്ചേ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ പെണ്ണിനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു ക്രിസ്ത്യാനി പെണ്ണ് ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മര്യാദയ്ക്ക് ഇറക്കി വിട്ടണം. അച്ഛൻ എന്തോ ഈ പറയുന്നേ? അപ്പൊ അവിടെ വയറ്റി കിടക്കുന്ന കുഞ്ഞോ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി കരയോക്കാരാണ് ഞാൻ എന്തോ കുറെ കരയോഗക്കാര്. 2026 തലയ്ക്ക് ഇതൊരു വെളിവ് വീണില്ലേ? എന്താ? എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാം. സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പം അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഇവന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റി വളരുന്നത്. ഇവനും ഒരേപോലെ കുറ്റക്കാരനല്ലേ, പിന്നെ അവളെ മാത്രം പഠിക്കുന്ന എന്തിനാ? എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്തേനെ? മോളെ, എടി കരയോഗക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേടല്ലയോ? കരയോഗം കൂടിപ്പോയെന്താ അവർ പുറത്താക്കുമായിരിക്കും. ഇവിടെ ആരും പുറത്താക്കാൻ പാടില്ലല്ലോ. ഇവിടെ കുത്തിരി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവളുടെ വയറ് വീർത്തു വരുന്നതിന് മുമ്പ് നമുക്ക് നാട്ടുകാരറിഞ്ഞ് കല്യാണം നടത്തണം. അച്ഛനൊരു കാര്യം ചെയ്യും, അവളുടെ വീട്ടിൽ പോയി സംസാരിക്കും. അതെ ചേച്ചി, ഈ കല്യാണം എടിപിടിയൊന്നും അങ്ങനെ നടത്താൻ പറ്റത്തില്ല. അവരുടെ വീട്ടിൽ പോയൊന്ന് ആലോചിച്ച് അവളൊന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറയാം. എന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി. ശരി, പക്ഷെ പെട്ടെന്ന് വേണം. പെട്ടെന്ന് 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 നടക്കും. കഥ കണച്ചേക്കാൻ മോളെ, ഇവിടെ നടക്കുന്നേ പുറത്താരും അറിയണ്ട. ഈ മുറ്റത്ത് കാലുകുത്തത്തിലൊന്നും പറഞ്ഞ് ഇറങ്ങി പോയാണല്ലോ. പിന്നെ എന്തിനാ ഇപ്പം കെട്ടിയെടുത്തേ? ഞങ്ങൾ വെറുതെ കെട്ടിക്കറി വന്നൊന്നുമല്ല അല്ലേ മോളെ, ഞങ്ങളൊരു ബോംബ് പൊട്ടിക്കാൻ വന്നു. നീ എന്നാൽ അങ്ങോട്ട് ഇറക്കി വയ്യില്ല, കഷത്തിരുന്ന് പൊട്ടും. നിന്റെ അണ്ണാക്കാദ്യം വന്ന് അടക്കി, അല്ലെങ്കിൽ അതിലിട്ട് ഞാൻ പൊട്ടിക്കും. എൻ്റെ പൊന്നുമോട് പറ.
നിന്ന് കരയാതെ കാര്യം എന്തോന്ന് പറയടി. പറയടാ. അച്ഛൻ തന്നെ പറഞ്ഞു. എൻ്റെ പൊന്നുമോള് ഗർഭിണിയാണ്. അതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കയറിക്കൊണ്ട് വന്നത്? പിന്നെ ഇങ്ങോട്ടല്ലാതെ ഇവളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് കയറി പോകണം? ഇവിടെ ഞാൻ പേരെടുക്കുന്നുണ്ടോ? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നുകൊണ്ട് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. അത് ഈ വയറ്റിൽ കിടക്കുന്ന ഈ കൊച്ചിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. അല്ല മോളെ, ആരാ ഇതിന് കാരണക്കാരൻ? എൻ്റെ മോള് ധൈര്യമായിട്ട് പറ. അത് പിന്നെ പറയടി അങ്ങോട്ട് ആരാന്ന്. അത് പിന്നെ അങ്ങനെ പറയാതെ ആരാന്ന് പറയടി. അത് പിന്നെ കുറെ നേരമായി. അത് പിന്നെ പറ വെച്ചാ. അത് പിന്നെ ദിൽജിത്ത് മേനോൻ ചേട്ടനാ. ഇവരെന്തോ ചിരിക്കുന്ന അക്ഷരം വല്ലതും മാറിപ്പോയോ? ഇല്ല, ദിൽജിത്ത് ചേട്ടനാ. അത് ശരി. മോളെ എത്ര മാസമായടാ? 2 മാസം. അല്ല, നിനക്ക് അവരെ പരിചയമായിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അത് പിന്നെ എല്ലാരും കേട്ടാ ഞെട്ടുന്ന വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. മോളെ അതൊന്ന് ചുരുക്കി പറയാമോ? സത്യം പറഞ്ഞ ഒരു 6 മാസം മുമ്പ് ദിൽജിത്തേനെ ഞാൻ FB പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-2.5 മാസം മുമ്പ് ചേട്ടൻ്റെ ബാംഗ്ലൂരുള്ള വീട്ടിൽ ലിവിങ് ടൂറിന് പോയായിരുന്നു. അവിടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. നല്ല മനുഷ്യർ. ചേച്ചി കണ്ടിട്ടില്ലല്ലോ അച്ഛനും അമ്മയൊക്കെ? ഭയങ്കര സ്നേഹമാണ്. അപ്പം അവിടെ വെച്ച് ഒരു സുദിനത്തിൽ സംഭവിച്ചതാണ്. എന്നാ പിന്നെ ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയാച്ചാ. ഞാൻ ദിൽജിത്തിനെ കല്യാണം കഴിക്കുന്നില്ല. അങ്ങനെ പറയാതെ നിന്റെ ഭാവി. കുഴപ്പമില്ല അച്ഛാ, അവൾ എന്തായാലും ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, അവൾ തന്നെ ദിൽജിത്തിനെ കെട്ടട്ടെ, അതല്ലേ നല്ലത്. മോളെ അല്ല, അത് ദിൽജിത്തോട് അറിയണ്ടേ? ദിൽജിത്തിനെ അങ്ങ് വിളിച്ചാലോ? വിളിക്ക്. ദിൽജിത്തേ, find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? ഇതാണ് ദിൽജിത്ത്. ഓഹോ, കല്യാണം നടക്കാൻ വേണ്ടി പെൺവേഷം കെട്ടിക്കൊള്ളാമെന്ന് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ നേർച്ച പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയല്ലേ? കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. പെൺവേഷം കെട്ടി നിൽക്കുകയല്ല, ഇത് ഒറിജിനൽ പെണ്ണാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണ്, പേര് ദിൽഷ. എന്തുകൂടിയത്? എനിക്കറിയാവോ? അല്ല മോളെ, അപ്പൊ നിന്റെ ഈ ഗർഭോ? ഗ്യാസ് ആയിരുന്നു തോന്നുന്നു. ഗുളി അയച്ചപ്പോൾ മാറി. എൻ്റെ മോള് കരയണ്ട. 14 ജില്ലയിൽ നിന്ന് 10 ഒരെണ്ണത്തിന് എൻ്റെ മോള് സംഘടിപ്പിച്ചതാണ്. ഒരെണ്ണത്തിൻ്റെ തലപ്പോലും എൻ്റെ ചുട്ടുമണി കയറിപ്പോയില്ല. ഇതിലെങ്കിലും ഈ അച്ഛൻ കയറ്റിവിടും. പെങ്ങളെ, ഓ, പെണ്ണെങ്കി പെണ്ണ്. എന്തു പറയുന്നു? ഇപ്പം ഞങ്ങളൊരു
നല്ല കാര്യത്തിന് വന്നതല്ലേ. ദക്ഷിണയ്ക്ക് അന്ന് മതി, കാലം കഴിവില്ല. ഒന്നും സാരമില്ലല്ലേ, ആങ്ങളെ ഓക്കെ അല്ലേ? മമ്മി ഇതുവരെ എവിടെ ആയിരുന്നു? ഭയങ്കര വർക്കായിരുന്നു മമ്മി, ഭയങ്കര വർക്ക്. ഞാൻ വിളിച്ചിട്ടൊന്ന് കോൾ എടുക്കാൻ പോലും നിനക്ക് സമയമില്ലായിരുന്നു. അതല്ലയോ മമ്മി ഞാൻ പറഞ്ഞത്, ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. എനിക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പോലും വയ്യായിരുന്നു, സമയമില്ലായിരുന്നു. അല്ല മമ്മി എന്നാത്തിനാ വിളിച്ചത്? പുറത്തോട്ടിറങ്ങണ്ട. പുറത്തോട്ടിറങ്ങിയ നാട്ടുകാർ മൊത്തം ചോദ്യമോ മോടെ കല്യാണം ആയില്ലയോ എന്ന്. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛനും പള്ളിക്കാരും എല്ലാവരും ചോദിക്കുന്നു മോളെ ഇതുവരെ കെട്ടിക്കാറായില്ലയോ എന്ന്. ഞാൻ എന്തോ മറുപടി പറയാനാ? അപ്പൊ പറയണം കെട്ടിക്കുന്നുണ്ട്, പക്ഷെ സമയമാവട്ടെ എന്ന്. പോത്ത് പോലെ വളർന്നിട്ടേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം. അച്ഛനാണെങ്കിൽ ഇപ്പം നല്ലൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേട്ടെടുത്തോളം നല്ലൊരു ആലോചനയാണ്. പയ്യനാണെങ്കിൽ പൈലറ്റാ, പിന്നെ നമ്മുടെ സഭാംഗവും കൂടെ. അപ്പോൾ അതങ്ങ് ഉറപ്പിക്കാമെന്ന് വിചാരിക്കുവാ ഞാൻ. എനിക്കിപ്പം നമ്മുടെ സഭയിൽ നിന്ന് കെട്ടണമെന്നൊന്നും യാതൊരു ആഗ്രഹവുമില്ല. ആരെങ്കിലും കെട്ടിയാൽ മതി. സഭയിൽ നിന്ന് മാറിക്കെട്ടാനോ? നിന്റെ മുട്ടുകളി ഞാൻ തല്ലി ഒടിക്കും. നിന്റെ പാഷനും ലോജിക്കൊക്കെ നിന്റെ കയ്യിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇവിടെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ആയിക്കോട്ടെ കെട്ടാം. ഞാനിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. തൽക്കാലം ഞങ്ങളൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ. ഞങ്ങളോ? ഏത് ഞങ്ങള്? ആ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്?